രാത്രിയിൽ തനിച്ചായവർ. അക്കരയ്ക്ക് പോകുവീൻ. ആ വാക്ക് കേട്ടതും സന്തോഷമാണ് തോന്നിയത്. കുറേ കാലമായി ഒറ്റയ്ക്കുള്ള സഞ്ചാരം കുറവായിരുന്നു. സ്വന്തം കഴിവ് തെളിയിക്കുവാൻ ഒറ്റയ്ക്കുള്ള യാത്രയെപ്പോലെ മറ്റെന്തുണ്ടാവും? കരയ്ക്ക് അണഞ്ഞ പടകിനെ ഒന്ന് നോക്കി, പിന്നെ കടലിനെയും. കടൽ ശാന്തമായിരിക്കുന്നു. ചെറിയ ഓളങ്ങളിൽ ആടുന്ന പടക് അവരെ വിളിക്കുന്നത് പോലെ തോന്നി. ഗുരു, അങ്ങ് വരുന്നില്ലേ? നീയില്ലാതെ ഒറ്റയ്ക്കുള്ള സഞ്ചാരം കുറേ കാലത്തേക്കില്ലായിരുന്നു. ഞങ്ങളെ ഒറ്റയ്ക്ക് വിടരുതേ. കടലും ഇളക്കവും ഞങ്ങൾക്ക് പുത്തരിയല്ല. എന്നാലും നീയില്ലാതെ എങ്ങനാ? നിങ്ങൾ കേട്ടോ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത്? ഞാൻ കേട്ടില്ല. അങ്ങനെയൊന്നും ആരും എഴുതിയിട്ടുമില്ല. 12 പേരിൽ ആരും പറഞ്ഞില്ല ഇങ്ങനൊന്നും. അതിശയമായോ? എനിക്ക് അതിശയം തോന്നി. ഒത്തിരി കാലം വളയത്തിനുള്ളിൽ കൂടി ചാടിയവർക്ക് ഇപ്പോൾ വളയം ഇല്ലാതെ ചാടുവാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. ഗുരുവില്ലെങ്കിലും സാരമില്ല, നമുക്ക് പോകാം. ഈ കടലിനെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. പുറത്തു പറഞ്ഞില്ലെങ്കിലും അവർ ഉള്ളിൽ പറഞ്ഞു കാണും. ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകരില്ലാതെ പട്ടണം കാണുവാൻ പോകുന്ന ഒരനുഭവമായിരുന്നു അവർക്ക്. ആ പന്തിരുവർക്ക് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവനെ അവർ വിളിച്ചേനെ. പിരിഞ്ഞിരിക്കാൻ പറ്റില്ല കർത്താവേ, കൂടെ വരാമോ? പറഞ്ഞോ ആരെങ്കിലും? ഇല്ല. ചിലയിടങ്ങളിൽ അവൻ കൂടെയില്ലെങ്കിലും സാരമില്ല എന്ന് നമുക്കും തോന്നിയിട്ടില്ലേ? കാര്യങ്ങൾ നടത്തുവാൻ കയ്യിൽ പണമുള്ളപ്പോൾ തോന്നിയിട്ടില്ലേ? അടച്ചുറപ്പുള്ള വീടും ചുറ്റും മതിലും സിംഹം പോലുള്ള നായ്ക്കളും ഉള്ളപ്പോൾ തോന്നിയിട്ടില്ലേ? തെളിച്ചമുള്ള ദിവസം ഇഷ്ടമുള്ളവരോടൊപ്പം യാത്രയ്ക്കൊരുങ്ങുമ്പോൾ തോന്നിയിട്ടില്ലേ? അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൻ കൂടെയില്ലെങ്കിലും സാരമില്ലെന്ന്. ഒരുപക്ഷെ ഗുരു അവരെ പരീക്ഷിച്ചതായിരുന്നോ? അവൻ്റെ സാന്നിധ്യം കൊതിക്കുന്നുണ്ടോ എന്ന് നോക്കിയതായിരിക്കും. അങ്ങനെയെങ്കിൽ ആ മനസ്സൊന്ന് പിടഞ്ഞു കാണും നിശ്ചയമായും. നമ്മുടെയൊക്കെ ചില മനോഭാവങ്ങളിൽ ഇന്നും അവൻ്റെ ഉള്ളം പിടയുന്നുണ്ട് സഖേ. നമ്മൾ ഇന്ന് സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് പലയിടത്തും. അതുകൊണ്ട് തന്നെ അവനില്ലെങ്കിലും മുന്നോട്ടുള്ള യാത്ര പോകുമെന്നുള്ള ഒരു മനക്കെട്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിലും അവരെ പറഞ്ഞയച്ചിട്ട് അവൻ പ്രാർത്ഥിക്കാൻ പോയി. അവൻ്റെ മഹിമയുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ന് അവരൊരു രാത്രിയെ നേരിട്ടു. ആധി പിടിച്ചും ആടി ഉലഞ്ഞും അടിപതറിയ ഒരു രാത്രി. കൊടുങ്കാറ്റിൽ വട്ടം കറങ്ങുന്ന പടകിൽ മനസ്സിൽ വന്ന ബുദ്ധിയിൽ രക്ഷപ്പെടുവാനുള്ള അവസാന ആയുധവും ആവനാഴിയും എടുത്തുപയോഗിച്ചിട്ടും രക്ഷയില്ലാത്ത ഒരു രാത്രി. വെള്ളത്തെ അതുവരെ ഭയപ്പെടാത്തവർ അന്ന് ഭയപ്പെട്ടു പോയി. മരണദൂതൻ്റെ സ്പർശനം അനുഭവിച്ചറിഞ്ഞ ഒരു രാത്രി. ആര് വരും ഈ രാത്രി? ഇല്ല, ആരും വരില്ല. അവനില്ലല്ലോ കൂടെ. അവൻ എങ്ങനെ വരാനാ ഈ പാതിരാത്രിയിൽ? ഇല്ല, ഇളകുന്ന തിരമാലയെ ഭേദിച്ച് തങ്ങളുടെ അടുത്തെത്തുവാൻ ആർക്കും കഴിയില്ല. പെട്ടെന്ന് ഒരു ശാന്തത. ആ ശാന്തതയിൽ അവർ ശ്വാസം വലിച്ചു വിട്ടു. മുഖത്ത് പറ്റിപ്പിടിച്ച മരണഭയം പതുക്കെ പതുക്കെ അലിഞ്ഞൊഴുകി. താളം തെറ്റിയ ഹൃദയത്തിൻ്റെ ഇടുപ്പ് സാധാരണ നിലയിലെത്തി. അപ്പോഴാണ് അവർ കണ്ടത്, അങ്ങ് ദൂരെ ഒരുവൻ നടന്നെടുത്തു വരുന്നത്. അവരെ ഭയപ്പെടുത്തിയ തിരമാലകളെ പാതയാക്കി അവൻ നടന്നെടുത്തു. ഭാരപ്പെടുത്തിയ വിഷയത്തിൻ്റെ മേൽ പാദമൂന്നിയുള്ള വരവാണ് അവൻ്റെ. ആരാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക്? അത് അവനായിരിക്കും, ക്രിസ്തു. പറഞ്ഞയച്ചവൻ അവനായിരുന്നുവല്ലോ. മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയതും അവനായിരുന്നുവല്ലോ. അതെ, അവൻ തന്നെ. അവരുടെ കണ്ണുകൾ രക്ഷകനെ കണ്ട് തിളങ്ങി. മരണക്കയത്തിലും അവനെ കണ്ടാൽ പിന്നെ എന്ത് ഭയം! എന്നാൽ ഞാൻ വരട്ടെ നിന്റെ അടുക്കലേക്ക്? ചോദിച്ചത് പത്രോസായിരുന്നു. ഇളക്കമുള്ള പടകിൽ നിന്നും എങ്ങനെയെങ്കിലും അവൻ്റെ അരികിലേക്ക് പോകുവാൻ കൊതിച്ചുപോയി പത്രോസ്. ചില ഇളക്കങ്ങൾ നല്ലതാ സുഹൃത്തെ, കാരണം അപ്പോഴേ നീ അവൻ്റെ അരികിലേക്ക് പോകുന്നതിനെപ്പറ്റി ചിന്തിക്കൂ. ഇരുട്ടിൽ ക്രിസ്തുവിനെ കണ്ടവൻ പടകിൽ നിന്നും പാദങ്ങൾ എടുത്തു വെച്ചു വെള്ളത്തിൽ. പ്രശ്നങ്ങളുടെ പ്രക്ഷോഭങ്ങളിൽ കയ്യെത്തും ദൂരത്ത് അവനുണ്ടാകും എന്നറിവുള്ളവൻ ചാടിയിറങ്ങും സുരക്ഷിത മേഖലയിൽ നിന്നും. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരും അത് കണ്ടു കാണും. ഇളകിമറിയുന്ന കടലിൻ്റെ മുകളിൽ വായെ തുറന്നിരിക്കുന്ന ഒരു കൂറ്റൻ തിമിംഗലം, അതിൻ്റെ നെറുകയിൽ കാലുറപ്പിച്ച് 2 ചിറകുകളും വിടർത്തി നിൽക്കുന്ന ഒരു കിളി.
അത് കണ്ടപ്പോൾ ദൈവാത്മാവ് എന്നോടും സംസാരിക്കുവാൻ തുടങ്ങി. ചുറ്റും ഇരമ്പിമറിയുന്ന തിരയും ഇളക്കമുള്ളതും വഴുവഴുത്തതുമായ പ്രതലവും ഏതു സമയത്തും ആഴക്കയത്തിലേക്ക് വലിച്ചു താഴ്ത്തുവാൻ കഴിവുള്ള ഭീമാകാരനായ പ്രശ്നങ്ങളും തൊട്ടുതാഴെ വിഴുങ്ങുവാൻ തുറന്നിരിക്കുന്ന വായും, ഇങ്ങനെയുള്ള അനേക പ്രതികൂലത്തിലും രണ്ട് ചിറകും വിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുറുപ്രാവിനെ പോലെയാകണം ഭക്തൻ. ഏത് പ്രതികൂലത്തിലും നീ ഭയപ്പെടാതെ പാദമൂന്നണം. ചുറ്റും ഭയപ്പെടുത്തുന്ന പ്രതിസന്ധിയിൽ നീ തളരരുത്. ഇപ്പോൾ വിഴുങ്ങും എന്ന് പറയുന്ന പോരാട്ടങ്ങളോട് നീ പറയണം, ഇതാ ഞാൻ നിന്റെ നെറുകയിൽ എൻ്റെ പാദമൂന്നിയെന്ന്. ഇളകിയാടുന്ന ഇരിപ്പിടങ്ങളിൽ നീ ഇരിക്കുമ്പോഴും ഇരമ്പുന്ന അലകളുടെ ശബ്ദം നിന്നെ പിടിച്ചു കുലുക്കുമ്പോഴും, അല്ലയോ കുറുപ്രാവേ, നീ നിന്റെ ചിറക് വിടർത്തിക്കൊള്ളണം. കാരണം നിനക്ക് പറക്കാൻ അനന്തവിഹായുസുണ്ട്. നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ നിനക്ക് ചിറകുകളുണ്ട്. ചുറ്റുപാടുകളിലെ അനവരതമായ ഭയപ്പാടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ പറക്കുവാൻ കഴിയും നിനക്ക്. ഉയരെ നീ പറക്കണം. കാരണം ഉയരെ പറക്കുംതോറും ഭൗമിക പ്രശ്നങ്ങളിൽ നിന്ന് നീ അകന്നിരിക്കും. ഉയരത്തിലെ ശക്തി സ്രോതസ്സിനോട് നീ അടുത്തുകൊണ്ടേയിരിക്കും. അവൻ്റെ അത്ഭുത ശക്തിയുടെ വലയത്തിനുള്ളിൽ നീ എത്തപ്പെട്ടാൽ അതായിരിക്കും ഈ ആയുസ്സിൽ നീ കണ്ടെത്തുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. താണുപോയ പത്രോസിനെ പിടിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. അതൊരു ചിറകായിരുന്നു അവന്. പ്രതികൂലങ്ങളിൽ നിന്നും അവനെ പിടിച്ചുയർത്തുന്ന ചിറകുകൾ. ആ രാത്രിയിൽ കടലടങ്ങി, പടകിൻ്റെ ഇളക്കം നിന്നു. വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വെക്കുവാൻ ശിമോൻ പഠിച്ചു. വിശ്വാസത്തിൽ ഇറങ്ങിയവനെ കൈവിടാത്തവനുണ്ടെന്ന് പടകിലിരുന്ന 11 പേരും പഠിച്ചു. പ്രാർത്ഥനയോടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷാജി എബ്രഹാം.